ഉദ്ദേശിച്ചത് ഈ ദുനിയാമേ ഈ രാജ്യത്ത് ഈ ലോകത്ത് രണ്ടു തരം ഭരണകർത്താക്കൾ ഭരിക്കുന്നവരും അതിൽ പ്രഷർ കൊടുക്കുന്ന മറ്റൊരു ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ഒരു ഭാഗത്ത് ഭരിക്കുന്നവരുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ അവരെ വിമർശിക്കുന്നവരും അവരെ പ്രഷർ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ടായിരിക്കും. അതാണ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹുജൻ സമാജ് പാർട്ടി ഇല്ലാതെ, ബഹുജൻ സമാജ് പാർട്ടിയുടെ സാന്നിധ്യമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ ഇനി ഭരണം കൈയാളാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം ചെന്നെത്തിയിരിക്കുന്നു. ഈ ഇന്ത്യയിൽ BSP ഇല്ലാതെ, BSPയുടെ സപ്പോർട്ട് ഇല്ലാതെ, BSP ഭരണത്തിനായിട്ടുമുണ്ട്, പ്രതിപക്ഷത്തും ഇരുന്നിട്ടുണ്ട്. ഭരണകക്ഷിയായിട്ടും BSP ഇരുന്നിട്ടുണ്ട്, പ്രതിപക്ഷത്തും BSP ഉണ്ടായിട്ടുണ്ട്. BSPയുടെ സാന്നിധ്യമില്ലാതെ ഈ ഇന്ത്യ രാജ്യത്ത് ഒരു മുന്നണിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ഇന്ത്യയിൽ ഇനി ഭരിക്കാൻ കഴിയുകയില്ല എന്ന് തെളിയിക്കുക എന്ന വലിയൊരു ദൗത്യവും ഭരണം ഏറ്റെടുക്കുക എന്ന വലിയൊരു പ്രവർത്തനവും നമ്മൾ നടത്തേണ്ടതുണ്ട്. BSP को भारत से हटा दिया जाए, भारत की पॉलिटिक्स से हटा दिया जाए, तो ये सारी पार्टियां मिलकर के भारत के संविधान को कूड़े के कचरे में फेंकना चाहती है। लेकिन धन्य है मान्यवर साहब काशीराम, बहन मायावती जी और उनके सिपाही, उन लोगों ने सत्ताधारी लेफ्ट और राइट दोनों पार्टियों के नाक में दम किया हुआ है कि चाहे BSP सत्ता में आए या न आए, लेकिन हमारा प्रेशर ये क्रिएट रहेगा कि आपको सरकार इस देश के संविधान से चलानी पड़ेगी. ബഹുജൻ സമാജ് പാർട്ടി എന്ന മഹത്തായ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു ഭരണമോ കാര്യങ്ങളോ ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഭഗൻ കുമാരി മായാവതിജിയെ, ദാദാ സാഹബ് കാൻഷിറാംജി ഭഗൻ കുമാരി മായാവതിജിയെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയങ്ങൾക്ക് അധികാരം നമ്മുടെ കൈവശം ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നവും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും ഫലമായി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഭഗൻ കുമാരി മായാവതിജി എന്ന ആ ഒരു വലിയ ഒരു അയൺ ലേഡിയെ ഈ ഇന്ത്യ രാജ്യത്തിന് സംഭാവന ചെയ്യാനും ദാദാ സാഹബ് കാൻഷിറാംജിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. इसलिए आप जो लोग BSP के लिए काम कर रहे हो, वो उनसे बड़ा काम कर रहे हैं जो सत्ताधारी पार्टी के लिए काम कर रहे हैं. उनकी वजह से इस देश का भला नहीं हो रहा है. जो BSP के अंदर छोटे से बड़ा कार्यकर्ता जो भी काम कर रहा है, इस देश की सरकार चलाने के लिए, संविधान के आधार पर सरकार चलाने के लिए जो काम कर रहा है वो आप लोग कर रहे हैं. इसलिए आप सभी साथियों का हम धन्यवाद करते हैं. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതോ മറുപക്ഷത്ത് നിൽക്കുന്ന വിരോധി പാർട്ടികളിലോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ബഹുജൻ സമാജ് പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന വർഗ വിഭാഗങ്ങളായ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ബഹുജൻ സമാജ് പാർട്ടി മാത്രമേ ഉള്ളൂ. ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. 26 जनवरी 1950 को भारत का संविधान इन्फोर्समेंट के लिए तैयार हो रहा था, तो बाबा साहब ने शाम को आकर के कहा कि मेरे को मानने वाले लोगों, अम्बेडकर को मानने वाले लोगों, जब तक आप चाहते हो तब तक अम्बेडकर जिंदा रहेगा. आप जितने ज्यादा दिन अम्बेडकर को जिंदा रखना चाहते हो तो आप इस बात को मानना कि जब तक इस देश में ये संविधान जिंदा रहेगा तो मान लेना ये अम्बेडकर भी जिंदा है. 1950 जनवरी 26